എൻ്റെ പേര് ജോസി. ഞങ്ങൾ ദുബായിലാണ് താമസിക്കുന്നത്. കൊല്ലത്തുനിന്ന് വരുന്നു. ഹസ്ബൻഡ്, കുഞ്ഞിൻ്റെ കാര്യമാണ് എനിക്ക് സാക്ഷ്യം പറയാനുള്ളത്. ഞങ്ങൾ 4 വർഷം വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായിരുന്നു. കുഞ്ഞുങ്ങൾ ഇല്ലായിരുന്നു. ആദ്യത്തെ ഒരു അബോർഷനായി. അത് കഴിഞ്ഞപ്പോൾ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു. കുറേ ടെസ്റ്റുകൾ ചെയ്തായിരുന്നു. ആ ടെസ്റ്റുകളിലെല്ലാം നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്ന ചാൻസ് വളരെ കുറവായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിച്ച ഉടമ്പടിയിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 മെയ് 22-നാണ്. ഉടമ്പടി എടുത്തതിന് ശേഷം നമ്മൾ ഉടമ്പടിയിൽ ജീവിതകാലം മുഴുവൻ ഉടമ്പടിയിൽ തന്നെ ആയിരിക്കാമെന്നുള്ള ദൈവത്തിനൊരു വാക്ക് കൊടുത്തു. ആദ്യത്തെ അബോർഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാം നെഗറ്റീവായിരുന്നു. നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ പിന്നെ ഡോക്ടറിനെ കാണാനുള്ള സാഹചര്യം ഉണ്ടായില്ല. പിന്നെ നമ്മൾ പ്രാർത്ഥിച്ച് ഉടമ്പടിയിൽ തന്നെ ദൈവത്തിന് ഇഷ്ടമുള്ള സമയത്ത് കുഞ്ഞുങ്ങളുണ്ടാവട്ടെ എന്നുള്ള തീരുമാനം എടുത്തു. അങ്ങനെ 6 മാസം കഴിഞ്ഞപ്പം ഒരു ഉടമ്പടി ധ്യാനത്തിൽ ഹസ്ബൻഡ് കുഞ്ഞ് കരയുന്ന ഒരു ശബ്ദം കേട്ടു. അത് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം പോസിറ്റീവായി. പിന്നെ അത് ആദ്യം തന്നെ ചെറിയ ബ്ലീഡിങ് പോലെ ഉണ്ടായിരുന്നു. അപ്പം ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞത് ഉള്ളിലൊരു പോളിപ്പ് വളരുന്നുണ്ടെന്നാണ്. പിന്നെ മാതാവിൻ്റെ ഉടമ്പടി തൈലം ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവാണെന്ന് അറിഞ്ഞ അന്ന് മുതൽ 9 മാസവും തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് ഡോക്ടർ പറഞ്ഞ ബ്ലീഡിങ്ങിൻ്റെ കാരണം ഒരു പോളിപ്പ് ഉള്ളിലുണ്ടെന്ന്. അങ്ങനെ പോളിപ്പ് ഡോക്ടർ റിമൂവ് ചെയ്ത് കളഞ്ഞു. കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ പൂർണ്ണ വളർച്ചയിൽ കുഞ്ഞിന് നോർമൽ ഡെലിവറി ആയിരുന്നു. ഡെലിവറിക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ദൈവകൃപയാൽ കുഞ്ഞിനും എനിക്കും കുഴപ്പമൊന്നും ഇല്ലാതെ ഇവിടെ സാക്ഷ്യം പറയാൻ സാധിച്ചു. പിന്നെ ഉടമ്പടിയിലൂടെയാണ് കുഞ്ഞിനെ കിട്ടിയെന്നുള്ള അടയാളം എന്ന് പറയുന്നത്, കുഞ്ഞുണ്ടായിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സ്വപ്നം കണ്ടത് പരിശുദ്ധാത്മാവ് തീയായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിൻ്റെ ഒരടയാളം ആണ്. കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഒരടയാളമുണ്ട്, ഒരു വെള്ളപ്പാട്. അത് ഉടമ്പടിയിലൂടെയാണെന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ്. പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് പീരീഡ്സ് വരുമ്പോൾ അതികഠിനമായ വേദനയായിരുന്നു. അങ്ങനെ ഒരു പീരീഡിൽ മാതാവിൻ്റെ ഉടമ്പടി തൈലം തേച്ച് ഞാൻ പ്രാർത്ഥിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്ത് മാതാവിൻ്റെ 2 കൈകളും ഫുള്ള് വയറ് കവർ ചെയ്യുന്ന രീതിയിൽ പൊതിഞ്ഞു പിടിച്ച് ഞാൻ ചെറുതായിട്ട് മയങ്ങിയ സമയത്ത് 2 കൈയും പൂർണ്ണമായും പൊതിഞ്ഞു പിടിച്ചതുപോലെ മാതാവിൻ്റെ കൈ പൊതിഞ്ഞു പിടിച്ച അനുഭവം എനിക്കുണ്ടായി. പിന്നെ വഴിയില്ലാതിരുന്ന ഞങ്ങളുടെ വീട്ടിൽ വഴി കിട്ടിയത് മാതാവിൻ്റെ ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പിട്ട് അങ്ങനെയാണ് വഴി കിട്ടിയത്. പിന്നെ എൻ്റെ 1 വർഷമായിട്ടുണ്ടായിരുന്ന മൈഗ്രെയിൻ പൂർണ്ണമായി മാറിയത് മാതാവിൻ്റെ തൈലം തേച്ചിട്ടാണ്. പിന്നെ ഹസ്ബൻഡിൻ്റെ അലർജി, ചെറുപ്പകാലം മുതലേ ഉള്ള അലർജി മാറിയത് മാതാവിൻ്റെ ഉടമ്പടി വസ്തുവായ നേർച്ച വസ്തു തൈലം തേച്ചിട്ട് അത് പൂർണ്ണമായി മാറി. ഇത്രയും സാക്ഷ്യം പറയാൻ എനിക്ക് മാതാവ് തന്ന സാഹചര്യത്തെ ഓർത്ത് ഞാൻ കോടാനുകോടി നന്ദി അറിയിക്കുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമെന്ന് പറയുന്നത്, പത്രം എല്ലാവർക്കും പ്രാർത്ഥിച്ച് ഞാൻ കൊടുക്കും. അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കും കൃപാസനത്തെ പറ്റി. കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത്, ഞങ്ങൾ സാമ്പത്തിക അവസ്ഥയിൽ മോശമുള്ള സാഹചര്യങ്ങളിൽ പോലും ഞങ്ങൾ ജെനുവിനായിട്ട് തോന്നിയിട്ടുള്ളവരെ കാരുണ്യ പ്രവർത്തികൾ ചെയ്ത് സഹായിച്ചിട്ടുണ്ട്. പിന്നെ എന്നെ കെട്ടിച്ചത് മർത്തോമയിലാണ്. എന്നാലും ഞങ്ങൾക്ക് സൺഡേസിൽ മാത്രമേ കുർബാനകളുള്ളൂ. മാക്സിമം ഞാൻ കുർബാനകളിൽ കൂടാറുണ്ട്. മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. സാക്ഷ്യം. സങ്കീർത്തനങ്ങൾ 52-ാം അധ്യായം 9-ാം വാക്യം. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും, എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ജോസി ജോബൻ
തങ്ങളുടെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ മകളുടെ വാക്കുകളിൽ തന്നെ നമുക്ക് വളരെയേറെ ബോധ്യമായിരുന്നു പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ എപ്രകാരം ഈ മകളുടെ ജീവിതത്തിൽ ഉണ്ടായെന്നുള്ളത്. 4 വർഷത്തിന് ശേഷം ഒരു കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുകയാണ്. ഇതിനു മുമ്പ് അബോർഷനായി പോയതും തുടർന്ന് തന്നെ പലവിധമായ ടെസ്റ്റുകളൊക്കെ നടത്തിയെങ്കിലും ഒരു ജന്മം കൊടുക്കുവാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ള കാര്യങ്ങളാണ് ഡോക്ടർമാര് ഈ മകളോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തത്. എന്നാൽ ഉടമ്പടിയോടുള്ള ഉറച്ച വിശ്വാസവും പരിശുദ്ധ അമ്മയോടുള്ള ഉറച്ച വിശ്വാസമാണ് ദൈവത്തിന്റെ ഹിതം പോലെ നിറവേറട്ടെന്നുള്ള വിശ്വാസം തന്നെ ഈ മകൾക്ക് ഒരു കുഞ്ഞിനെ നൽകി അമ്മ മാതാവ് അനുഗ്രഹിക്കുക ചെയ്തത്. അതോടൊപ്പം തന്നെ നിരവധിയായ രോഗസൗഖ്യങ്ങൾ ജീവിത പങ്കാളിക്കുണ്ടായിരുന്ന രോഗമാണെങ്കിൽ പോലും ഈ മകളുടെ മൈഗ്രെയിൻ എന്ന അസുഖമാണെങ്കിൽ പോലും അത് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി നിറച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ അത് പൂർണ്ണമായ സൗഖ്യമായിട്ട് അമ്മ മാതാവ് ഇവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തൽ പോലെ ഒരു അടയാളം കാട്ടിക്കൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മ ഈ മകളെ അനുഗ്രഹിക്കുക ചെയ്തത്. നമുക്ക് ഓരോരുത്തർക്കും നന്ദിയോടുകൂടി പ്രാർത്ഥിക്കാം. ഇനി മകളുടെ ജീവിതത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ മകളെ ഇനിയും മാറ്റട്ടെ എന്നും ഒപ്പം നമ്മുടെ ഓരോരുത്തരുടെയും എല്ലാവിധമായ ആവശ്യങ്ങളിലും പ്രാർത്ഥനകളിലും നിയോഗങ്ങളിലും പരിശുദ്ധ അമ്മ നമ്മെ ഈ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ അൾത്താര ഉയർത്തട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.